തൂക്കം, 10 അടി ഉയരം. വന്നവരൊക്കെ തുമ്പിക്കൈയിലും കൊമ്പിലും പിടിച്ച തൃക്കയിൽ മഹാദേവനൊപ്പം കൂളായി ഒരു ഫോട്ടോഷൂട്ട്. തിടമ്പേറ്റി തലയുയർത്തി നിൽക്കുന്ന റോബോട്ടിക് ആനയായിരുന്നു കാലടിയിലെ താരം. സ്വിച്ചിട്ടാൽ ചെവിയാട്ടും, തലയനക്കും, കണ്ണുകളടച്ച് തുമ്പിക്കൈ ഉയർത്തും. 4 ആൾക്ക് വരെ ആനപ്പുറത്ത് കയറാം. ട്രോളിയിൽ എവിടെ വേണമെങ്കിലും എത്തിക്കാം. ഫോട്ടോ എടുത്തു. നല്ല രസമുണ്ട് കാണാനായിട്ട്. സൂപ്പർ. നമ്മുടെ ഒറിജിനൽ ആന പോലെ തന്നെയുണ്ട്. ആരും പറഞ്ഞാലും മനസ്സിലാവുള്ളൂ, ഇല്ലെങ്കിൽ ആർക്കും മനസ്സിലാവില്ല ഇത് ഒറിജിനൽ അല്ലാന്ന്. റോബോട്ടിക് ആന എന്ന ആശയത്തിന് നാടാകെ ഒപ്പം നിന്നുവെന്ന് ക്ഷേത്ര ഭാരവാഹികൾ. ഈ പ്രദേശങ്ങളിൽ തന്നെ അടുത്തിടെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ഒഴിവാക്കി ക്ഷേത്രങ്ങളിലേക്ക് രഥങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള റോബോട്ടിക് ആനകളുടെ എഴുന്നള്ളിപ്പിലോ കൊണ്ടെത്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് പീറ്റയെ സമീപിച്ചതും അവരുടെ ഈ സഹകരണം ഞങ്ങളോടൊപ്പം ഉണ്ടായത്. പീറ്റ ഇന്ത്യ എന്ന സ്ഥാപനമാണ് റോബോട്ടിക് ആനയെ കാലടിയിൽ എത്തിച്ചിരിക്കുന്നത്. 5 ലക്ഷം രൂപ ചെലവിലാണ് ആനയുടെ നിർമ്മാണം. ആനകൾക്കെതിരെയുള്ള ക്രൂരത അത് അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെക്കാനിക്കൽ എലിഫൻസിനെ നമ്മൾ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സംഭാവനയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റുന്നോണ്ട് ഫോട്ടോ എടുത്ത്. ഇതിപ്പോൾ ആനയുടെ ഉപദ്രവം കൂടുതലല്ലേ, അപ്പം ഇങ്ങനെ ഒരു ആന വരുമ്പോൾ നമുക്ക് ഉപദ്രവം ഉണ്ടാവില്ല, ജനങ്ങൾക്ക് ധൈര്യമായിട്ട് നിൽക്കാം, അമ്പലങ്ങളിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്യാലോ. കേരളത്തിലെ കൂടുതൽ ക്ഷേത്രങ്ങൾ റോബോട്ടിക് ആനയ്ക്കായി ബുക്കിംഗ് നടത്തിക്കഴിഞ്ഞുവെന്നാണ് പീറ്റയുടെ അവകാശവാദം. ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനൊപ്പം റിയ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.